എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ 4 ദിവസത്തെ തീർത്ഥാടന യാത്ര കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ആക്ച്വലി ഞങ്ങൾ നാളെയാണ് തിരിച്ചു പോകാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഇന്നത്തെ ട്രിപ്പ് ക്യാൻസൽ ചെയ്ത്. കാരണം ഇന്ന് സ്റ്റേ എടുത്തില്ല. കാരണം ജിതിൻ്റെ ഭാര്യയ്ക്ക് ജോലിക്ക് കയറണം ഹൈദരാബാദിൽ. അതുകൊണ്ട് ഞങ്ങൾ ഒരു ദിവസം കട്ട് ചെയ്തു. അപ്പോൾ ഇന്ന് ഞങ്ങൾ തിരുവണ്ണാമലയിലായിരുന്നു. തിരുവണ്ണാമല അമ്പലത്തിൽ ഉച്ചയ്ക്ക് നമുക്കവിടെ തൊഴാൻ പറ്റി. നല്ല തിരക്കായിരുന്നു. പക്ഷേ അവിടെ നമുക്ക് ഒരാളെ കിട്ടി. അയാൾക്ക് കുറച്ച് ടിപ്പൊക്കെ കൊടുത്തപ്പോൾ അയാൾ നമ്മളെ ഉള്ളിൽ കൊണ്ടുവന്ന് തൊഴിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺടാക്ട് നമ്പറൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അത് നമ്മൾ വീഡിയോയിൽ നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഈ നമ്മളാ 4 ദിവസത്തെ യാത്രയിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളത് ഈ പഞ്ചഭൂതങ്ങളുടെ ക്ഷേത്രങ്ങളായ ജംബുകേശ്വര, പിന്നെ ചിദംബരം, തിരുവണ്ണാമലൈ, ഈ 3 ക്ഷേത്രങ്ങൾ നമുക്ക് കവർ ചെയ്യാൻ പറ്റി. ഇതൊരു ഭയങ്കര ഭാഗ്യമാണ്. 5 ആകെയുള്ളത്, അതിൽ 3 നമ്മൾ കവർ ചെയ്തു. അപ്പം അതിൻ്റെ അവിടെ നിന്ന് കിട്ടിയ ഒരു ചാർജ്, ഒരു എനർജി, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത്രയും ഹൈ എനർജിയാണ്. നമ്മൾ അതുപോലെയുള്ള നെഗറ്റീവായിട്ടുള്ള എലിമെൻറ്റ്സ് നമ്മുടെ ചക്രയിലൊക്കെ ഉണ്ടായിരുന്നൊക്കെ കംപ്ലീറ്റ് ക്ലെൻസായി ഫുൾ പവറിലേക്ക് നമ്മൾ ചാർജ് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ നിന്ന് പോരുന്നത്. അപ്പോൾ ഇത് ഒരു വലിയൊരു ഭാഗ്യമാണ്. നമുക്ക് നമ്മുടെ ജിതിനിവിടെ ഉണ്ട്. അപ്പോൾ ജിതിനെ ആദ്യമായിട്ടാണ് ഈ അമ്പലങ്ങളിൽ പോകുന്നത്. ഞാൻ പലവണ പോയിട്ടുണ്ട്. ഇവിടെയൊക്കെ പോയിട്ടുള്ള ആളാണ്. വർഷങ്ങളായിട്ട് ഞാൻ ഈ ക്ഷേത്ര ദർശനം വളരെ കാലങ്ങൾ മുമ്പേ തന്നെ തുടങ്ങിയതാണ്. ഈ പറഞ്ഞ തഞ്ചാവൂരും കുംഭകോണത്തും അവിടെയൊക്കെ ഞാൻ പോയിട്ടുണ്ട്. തിരുപ്പതി ഒക്കെ പോയിട്ടുണ്ട്. അപ്പം ജിതിൻ്റെ ഒരു അഭിപ്രായം എന്നൊക്കെ വേണമെങ്കിൽ ചോദിച്ചു നോക്കാം. എന്താണ് ജിതിൻ്റെ അഭിപ്രായം പോയിട്ട്? ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഈ ഒരു യാത്ര. കാരണം ഈ പറഞ്ഞ പോലെ കുറേ അമ്പലങ്ങൾ, അതായത് പഞ്ചഭൂതങ്ങളുടെ 3 അമ്പലങ്ങൾ പോയി. അതേപോലെ മുരുകൻ്റെ 16 വീടുകളിൽ ഒരു വീട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു, സ്വാമിമലൈ. അതേപോലെ ഓൾറെഡി ഒരു വീട് പഴനി, നമ്മൾ സ്ഥിരം പോകുന്നൊരു സ്ഥലമാണ് പഴനി. വേറെ ഇനിയിപ്പോൾ അതൊന്ന് കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ അവിടെ കിട്ടുന്ന ഈ ചില ശനി ഭഗവാന്റെ അമ്പലം, ചൊവ്വ, വ്യാഴം, അങ്ങനത്തെ കുറച്ച് അമ്പലങ്ങൾ, നവഗ്രഹങ്ങളുടെ ക്ഷേത്രങ്ങളിലും പോയിട്ടുണ്ടായിരുന്നു. ഇവിടെയൊക്കെ ചെന്ന് കിട്ടുന്ന ഒരു വൈബ്രേഷൻ, അതൊരു വല്ലാത്തൊരു വൈബ്രേഷനാണ്. വൈത്തീശ്വരൻ കോയിലിന്റെ കഥ പറയാനാണെങ്കിൽ, ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ഒരു 1.5 കൊല്ലമായിട്ട് ഇങ്ങനെ പയ്യെ സ്പിരിച്വലി, ഒരു കംപ്ലീറ്റ്ലി ഒരു സ്പിരിച്വൽ പേഴ്സൺ അല്ലെങ്കിലും കുറച്ചൊരു സ്പിരിച്വാലിറ്റിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ വൈഫ് എന്ന് പറയുന്ന അനക, പുള്ളിക്കാരി ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ വരണത്. പുള്ളിക്കാരി വരെ അവിടെ നിന്നിട്ട് പുള്ളിക്കാരിക്ക് വരെ ആ വൈബ്രേഷൻ കിട്ടിയെന്നാണ് ഇത്. അതായത് തമിഴ്നാട് ഉള്ള വൈത്തീശ്വരൻ കോയിലുള്ള ചൊവ്വയുടെ അമ്പലം ഭയങ്കര വൈബ്രേഷൻ ആയിരുന്നു. കാരണം ഈ തമിഴ്നാട്ടിലുള്ള അമ്പലങ്ങൾക്ക് പ്രത്യേക ഒരു പവർ ഉണ്ട്. അത് വരും വീഡിയോകളിൽ പറയുന്നതാണ്. പിന്നെ എസ്പെഷ്യലി ഏറ്റവും കൂടുതൽ പവർ ഞാൻ അനുഭവിച്ചത് ഏറ്റവും അവസാനം പോയ തിരുവണ്ണാമലയിൽ. അവിടെ അഗ്നിയാണല്ലോ. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഡിയൊക്കെ നിന്ന് ചൂടാവും, തലക്കൊക്കെ ഒരു വല്ലാത്തൊരു വൈബ്രേഷൻ കിട്ടും. എന്തൊരു അനുഭൂതിയായിരുന്നു അറിയോ. സാധാരണ എനിക്കൊരു 1 മണിക്ക് ശേഷം ഭക്ഷണം കഴിക്കാണ്ടിരിക്കുന്ന കാര്യം ചിന്തിക്കാനേ പറ്റില്ല. പക്ഷെ എനിക്ക് അവിടെ നിന്ന് ചെന്നതിന് ശേഷം, ഞാനിപ്പോൾ 4 മണിയാവാറായപ്പോഴാണ് ലഞ്ച് കഴിക്കണത്. വിശപ്പുണ്ടായിരുന്നില്ല. പേരിന് വേണ്ടി കഴിച്ചാണ്. പക്ഷെ കൂടിപ്പോയി തോന്നി. സുഖം പഴയ തന്നെയായിരുന്നു. ആ എനർജിയിലെങ്ങനെ ഇരിക്കുന്നു. അത് 4-4:30 മണിയായപ്പോഴാണ്. ഇപ്പോൾ സ്പിരിച്വാലിറ്റി ഒട്ടുമില്ലാത്ത ആളാണ് ഇതിന്റെ വൈഫ്. എങ്കിലും ആ കുട്ടി വെച്ചപ്പോഴും എനിക്ക് വിശക്കുന്നേ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വിശപ്പുണ്ടെങ്കിൽ കഴിക്കാമെന്ന് പറഞ്ഞെങ്കിലും, പക്ഷേ 4:30 മണിക്കാണ് ഞങ്ങൾ കഴിക്കാൻ വേണ്ടി കഴിച്ചതാണ്. പക്ഷേ അത് കഴിച്ച് കഴിയുമ്പോൾ തോന്നി വേണ്ടായിരുന്നു. ഈ എനർജി തന്നെ വീട്ടിലേക്ക് പോകാമെന്ന് തോന്നിപ്പോയി. കാരണം എന്തെങ്കിലും ജ്യൂസ് എന്തെങ്കിലും കുടിച്ച് അങ്ങനെ പോയാൽ മതിയായിരുന്നു. അപ്പോൾ അതാണ് ഈ ജിതിൻ്റെ എക്സ്പീരിയൻസ്. അപ്പോൾ ഇതിനകത്ത് വേറൊരു കാര്യം കൂടി ഞാനിപ്പോൾ പറയണ്ടായിരുന്നു മാമനോട്. ഇപ്പം എനിക്കും ഞങ്ങളുടെ ഫാമിലിയിലുള്ള കുറച്ച് പേർക്ക് ഈ ഭാഗ്യം കിട്ടുന്നുണ്ട്. പക്ഷേ കുറേ പേര്, നിങ്ങൾ ഈ കാണുന്ന കുറേ പേർക്ക് ഈ ഭാഗ്യം കിട്ടുന്നില്ല. ഇവരെയും കൂടി ഒന്ന് ഇതേപോലെ ഒരു ടൂറിങ്ങിന് സ്പിരിച്വൽ ടൂറായിട്ട് കൊണ്ടുപോയിക്കൂടെ? നല്ലൊരു അഭിപ്രായമാണോ? അപ്പോ അതിനെപ്പറ്റി മാമനോട് ഞാൻ പറഞ്ഞപ്പോ മാമന് കുറച്ച് കാര്യങ്ങൾ അതിനെപ്പറ്റി പറയാനുണ്ട്. മാമനത് പറയാനോട് ഞാനത് ഇപ്പൊ ഇവനത് പറഞ്ഞത് അവന്റെ സ്പിരിച്വാലിറ്റിയിലോട്ട് വന്നതിന്റെ ഒരു ഭാഗമായിട്ടാണ് അവന്റെ ഉള്ളിൽ. കാരണം എനിക്ക് കിട്ടിയ അനുഭവം
വേറൊരാൾക്ക് കൊടുക്കുക, വേറെ ആൾക്കും കൂടി കൊടുക്കണം. കാരണം അത് ഒളിപ്പിച്ചു വെക്കേണ്ട സാധനമല്ല, എല്ലാവർക്കും കൊടുക്കുക. ആർക്കെങ്കിലും അതിലെ കൂടെ ഒരു മോക്ഷമോ മുക്തിയോ കിട്ടണമെങ്കിൽ എനിക്ക് കിട്ടണം. അതിന് ഇത് നമ്മള് കുറച്ചു കാലം മുന്നേ ഇങ്ങനൊരു പ്രോഗ്രാമിനെ പറ്റി, സ്പിരിച്വൽ ടൂറുകളെ പറ്റി ഒരു ചർച്ച ഞങ്ങൾ വേറെ എൻ്റെ 2 ഫ്രണ്ട്സായിട്ട് ഞങ്ങൾ ചെയ്തതാണ്. പക്ഷെ അത് കോർഡിനേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ, എവിടെയൊക്കെ നമ്മൾ കൊണ്ടുപോകണം, ആൾക്കാരെ കളക്ട് ചെയ്ത് കൊണ്ടുപോകണം, സേഫായിട്ട് തിരിച്ചു കൊണ്ടുവരണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുന്നത് തൽക്കാലം വേണ്ട, അതവിടെ നിൽക്കട്ടെ എന്ന് നമ്മൾ വെച്ചതാണ്. പക്ഷെ അപ്പോഴും ഞങ്ങൾ ഉള്ളിലുണ്ടായിരുന്നു ഈ സാധനം എന്തെങ്കിലും നമുക്ക് ചെയ്യണം എന്നുള്ളത്. കാരണം സ്പിരിച്വാലിറ്റിയിലുള്ള ഒരുപാട് സ്ത്രീകളുണ്ട്. ഏറ്റവും കൂടുതൽ സ്പിരിച്വാലിറ്റി നമ്മൾ കേരളത്തിൽ നോക്കി കഴിഞ്ഞാൽ, കേരളത്തിൽ നിന്നല്ല മൊത്തം ഇന്ത്യയിൽ നോക്കി കഴിഞ്ഞാൽ സ്പിരിച്വാലിറ്റി കൂടുതൽ സ്ത്രീകൾക്കാണ്. അവർക്കാണ് കൂടുതൽ ജപങ്ങൾ ചെയ്യാനും പ്രാർത്ഥന ചെയ്യാനും ഒക്കെ ഉള്ള ഇൻട്രസ്റ്റും ഡെഡിക്കേഷനാണ് അവർക്ക് കൂടുതലായിട്ട്. ആണുങ്ങൾ പുറത്തേക്ക് പോകുന്നതുകൊണ്ടായിരിക്കാം, ആണുങ്ങൾക്ക് സമയക്കുറവുകൊണ്ടായിരിക്കാം, ഇവിടെ ഉള്ളിലുണ്ടാവുമായിരിക്കും. അപ്പോൾ അതൊന്ന്. രണ്ടാമത് ഇവരെ കൊണ്ടുപോകാനായിട്ട് ഇവരുടെ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയിട്ട് സേഫായിട്ട് കൊണ്ടുപോയിട്ട് അവരെ തിരിച്ചു കൊണ്ടുവന്ന് അതേപോലെ തന്നെ കറക്റ്റായിട്ട് സേഫായിട്ട് വീട്ടിൽ എത്തിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പോൾ സ്ത്രീകളുടെ മാത്രം ഒരു ഗ്രൂപ്പായിട്ട് അവർക്ക് സേഫായിട്ട് പോകുന്ന രീതിയിലുള്ള ഒരു വാഹനവും അതുപോലെ താമസിക്കാനുള്ള സൗകര്യങ്ങളും അവരെ സംരക്ഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളൊരു നല്ലൊരു രീതിയിൽ കൂടി അതിനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സംസാരിക്കുന്നു. അപ്പോൾ അതേപോലെ ഒപ്പം ഞാനും ഉണ്ടാവും നിങ്ങളുടെ കൂടെ. അങ്ങനെ ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാവർക്കും ആർക്ക് വേണമെങ്കിലും വരാം. അപ്പോൾ അതിൻ്റെ നമ്മൾ ആ ഒരു ചിലവുകൾ നോക്കിയിട്ട് ആ ഒരു ചിലവുകൾ മാത്രം അത് ലാഭത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല കേട്ടോ, ആദ്യമേ പറയാം. നമുക്ക് അതിനൊന്നും അജണ്ടേ ഇല്ല. എല്ലാവരിലേക്കും ഇത് വരിക, എല്ലാവരും ഇതേപോലെ സ്ഥലങ്ങൾ കാണുക, അവിടെ പോയി ഇരിക്കുക, മെഡിറ്റേഷൻ ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് നിങ്ങളും ആ ഒരു എക്സ്പീരിയൻസിലേക്ക് പോവുക, നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം. കാരണം ഞാനിപ്പോൾ ഒരു ഹീലിംഗ് സെഷൻ ചെയ്യുന്നുണ്ട്, മഹാകാളി ഹീലിംഗ് ചെയ്യുന്നുണ്ട്. പക്ഷേ എത്ര നാൾ എനിക്കിത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാൻ ഒരാളെ കൊണ്ട് എത്ര പേർക്ക് ഹീലിംഗ് ചെയ്യാൻ പറ്റും. പക്ഷേ ഭഗവാൻ എത്ര പേര് വേണമെങ്കിൽ ഹീൽ ചെയ്യാം. ഭഗവാന് ലക്ഷക്കണക്കിന് ആൾ വന്നാലും ഭഗവാന് ഇത് അത്രയും പവറുണ്ട്. മനുഷ്യൻ കേവലം ഒരു സാധാരണക്കാരനായ എനിക്ക് അതിനുള്ള കഴിവൊന്നുമില്ല. കുറച്ചൊക്കെ ചെയ്യാൻ പറ്റും, അത്രയേ ഉള്ളൂ. അപ്പോൾ നേരിട്ട് നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് പോയാൽ അവിടെ ചെന്നിരുന്ന് നമ്മുടെ കുറേ ദുരിതങ്ങൾ അവിടെ ഇറങ്ങിപ്പോകും. അപ്പോൾ ഈ ഒരു ആശയമാണ് എൻ്റെ ഉള്ളിലുള്ളത്. അതുകൊണ്ട് ഇതേപോലുള്ള തമിഴ്നാട്ടിലുള്ള, പ്രത്യേകിച്ച് തമിഴ്നാട് ഒരുപാട് സിദ്ധന്മാരുടെ ഭൂമിയാണ്. എന്തുകൊണ്ട് തമിഴ്നാട്ടിൽ ഇത്ര സിദ്ധന്മാരുണ്ടായി നമ്മൾ ആലോചിക്കണം. ഇത്രയും വലിയ പുണ്യഭൂമിയാണ്. അതായത് നമ്മൾ ബിഗ് ടെമ്പിളിൽ പോയപ്പോൾ തഞ്ചാവൂര് ഞാൻ ഒരു കാര്യം കാണിച്ചു തന്നില്ലേ, ഒരു സിദ്ധൻ അവിടെ കരുവാരൂർ എന്ന് പറഞ്ഞ സിദ്ധൻ ഇപ്പുണ്ട്. ആക്ച്വലി അവിടെ വരുന്ന ആൾക്കാരൊന്നും ഈ സിദ്ധനെ മൈൻഡ് ചെയ്യുന്നില്ല, ഒരാളും മൈൻഡ് ചെയ്യാനില്ല. ആർക്കൊക്കെ അറിയത്തില്ല സിദ്ധന്റെ പവർ എന്താണെന്നുള്ളത്. ആ സിദ്ധൻ അവിടെ ഇരിക്കുന്നതുകൊണ്ടാണ് ആ അമ്പലത്തിന് ഇത്രയും ശക്തി. നമ്മൾ സിദ്ധന്മാരിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇപ്പൊ നമ്മള് ചിദംബരത്ത് പോയപ്പോ ഞാൻ അവിടെ നിന്നപ്പോ ഞാൻ പറഞ്ഞില്ലേ 2 സിദ്ധന്മാർ അതിനു മുമ്പ് ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞു തന്നായിരുന്നു. കാരണം എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ലായിരുന്നു. അവൻ ചെന്നപ്പോഴേ പറഞ്ഞായിരുന്നു അവിടെ 2 സിദ്ധന്മാരുണ്ട്, സാന്നിധ്യം ഉണ്ടെന്ന്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുത്തെ ഒരു സെക്യൂരിറ്റിക്കാരനോട് ചോദിച്ചു. അപ്പോഴാണ് പുള്ളി പറഞ്ഞത് അവിടെ 2 സിദ്ധന്മാരുണ്ടായിരുന്നു, അവര് ശ്രീകോവിലിൽ അവിടെ നിന്ന് ഉള്ളിലോട്ട് കയറി അപ്രത്യക്ഷമായി പോയിത്രേ. അതാണ് 2 സിദ്ധന്മാരുടെ പേര് നമ്മളൊരു വീഡിയോയിൽ പറയുന്നുണ്ട്. ആ ഒരു വീഡിയോ വരുന്നുണ്ട്, ആ വീഡിയോയിൽ പറയുന്നുണ്ട് സിദ്ധന്മാരുടെ പേര്. പിന്നെ പതഞ്ജലി മഹർഷി അവിടെ സന്ദർശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അപ്പൊ അതുകൊണ്ട് അവരുടെ സാന്നിധ്യം, ഇപ്പോൾ ഈ മഹർഷികൾ സിദ്ധന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പവറുള്ള ആൾക്കാർ അവരാണ്. അവരുടെ സാന്നിധ്യം, അവരുടെ മറ്റേ സമാധി, ജീവസമാധിയൊക്കെ ഉള്ള സ്ഥലങ്ങളാണെങ്കിലല്ല അത് അങ്ങേയറ്റത്തെ ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമായിരിക്കും. ഇപ്പൊ നമ്മുടെ ഈ തിരുവണ്ണാമല ഉണ്ടല്ലോ, അവിടെയുണ്ട് സമാധി, ജീവസമാധി ഉണ്ട് അവിടെ. അത് ഞാൻ ഒരു പ്രാവശ്യം പോയപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ ഒന്നും അവർ മെയിൻ്റനൻസ് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അതൊരു എന്തോ ഒരു കുറച്ച് ഉള്ളിലോട്ട് കയറിയിട്ട് ഒരു സ്ഥലത്തുണ്ട് സമാധി. ഞാൻ പോയിട്ടുണ്ട്, പ്രാവശ്യം പോയിട്ടുണ്ട് അവിടെ. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് രഹസ്യങ്ങൾ അതിൻ്റെ പുറകിലുണ്ട്. അപ്പം നമ്മൾ ഇതേപോലുള്ള അറിവുള്ള ആ സ്ഥലവുമായിട്ട് പരിചയമുള്ള ആൾക്കാരായിട്ടൊക്കെ പയ്യെ കണക്റ്റഡായി, അല്ലെങ്കിൽ ഈ നമ്മുടെ ഈ വീഡിയോ കേൾക്കുന്ന ആരെങ്കിലുമൊക്കെ ഇതുമായി കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം, മെസ്സേജ് ചെയ്യാം. അപ്പോൾ നമ്മളങ്ങനെ പ്രോഗ്രാമുകൾ വെക്കുമ്പോൾ നിങ്ങളുടെ സഹായം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് കുറേ ആൾക്കാർക്ക് നന്മ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു ആശയം അതാണ്, എല്ലാവരിലേക്കും ഈ ഒരു ദൈവാധീനം വരുത്തുക, എല്ലാവരിലേക്കും നന്മകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉള്ളിലുള്ളൊരു ആശയം. അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം എന്താണ്, അതിന് താല്പര്യമുള്ള ആൾക്കാരുണ്ടോ അങ്ങനെ ഒരു പ്രോഗ്രാം നമ്മൾ അറേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ നമ്മൾ കുറച്ച് പേരാണെങ്കിലും ആ ഒരു ആൾക്കാരുടെ വണ്ടികൾ എടുത്തിട്ട് അങ്ങനെ കൊണ്ടുപോകാന്നുള്ള, ഇപ്പോഴല്ല കേട്ടോ, നമ്മൾ അടുത്ത കൊല്ലത്തേക്കാണ് പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഏതായാലും എനിക്ക് തിരക്കാണ്, എനിക്ക് വരാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ, കമൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത്
പേഴ്സണലായിട്ട് കമൻറ്റ് ചെയ്യാം. നമ്മുടെ കമൻറ്റ് ബോക്സിൽ വീഡിയോൻ്റെ അടുത്ത് താഴെ ഇടാം. ഞങ്ങളത് ഗൗരവപൂർവ്വം ഞങ്ങളത് നോക്കും. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചിന്തിക്കുകയും ചെയ്യും. അപ്പോൾ നന്ദി. അപ്പോൾ എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും നന്ദി. വീണ്ടും കാണാം അടുത്ത യാത്രയിൽ. നമസ്കാരം.